കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മത്തി ചാളയുടെ വില 400-ഉം അതിലധികവുമായിരുന്നു. രണ്ടാഴ്ചക്ക് മുമ്പ് അത് 350 രൂപയായിരുന്നു. പിന്നീട് 2 ദിവസങ്ങൾക്കൊക്കെ മുമ്പ് 200-ഉം അതിൽ താഴെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം കൊടുങ്ങല്ലൂർ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി തിരികെ വന്ന ആളുകളുടെ വള്ളങ്ങളിൽ നിരവധി ചാളയായിരുന്നു. ഈ ചാള ലേലം ചെയ്തപ്പോൾ ലഭിച്ച തുക എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. തീരത്ത് ആദ്യമായിട്ടാണ് ഇത്രയധികം മത്തി ലേലത്തിൽ പോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളും പറഞ്ഞു. 8 വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നത്. ഈ 8 വള്ളങ്ങൾ നിറയെ മത്തിയായിരുന്നു. തൃശ്ശൂർ, എറണാകുളം ജില്ലയിലെ വള്ളങ്ങളാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയി 1.5 കോടി രൂപയുടെ മത്തി കൊണ്ടുവന്നത്. മാസങ്ങളായി കാര്യമായിട്ടുള്ള മത്സ്യസമ്പത്ത് ലഭിക്കാതെ വലയുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു കാര്യമായിരുന്നു ഇത്. എന്തായാലും 1.5 കോടി രൂപയുടെ ചാകരയാണ് കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചിട്ടുള്ളത്. 2 ആഴ്ച മുമ്പ് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചെമ്മീൻ ലഭിച്ചതായിട്ടും മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സീസൺ മത്തിയുടെ കാലമായിട്ട് മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുള്ള ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടാക്കിയത്. ഒരുപാട് മരങ്ങൾ കടപുഴകി വീണു, സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി, അതുപോലെ തന്നെ പലരുടെയും വീട് തകർന്നു, ഗതാഗതങ്ങൾക്ക് വലിയ രീതിയിലുള്ള തടസ്സമുണ്ടായി. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയ്യന്തോൾ, കാഞ്ഞാണി, ഗുരുവായൂർ, മറ്റം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് ഏറെ നാശനഷ്ടം ഉണ്ടാക്കിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. ആളപായം വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല എങ്കിലും എരുമപ്പെട്ടിയിൽ മരം വീണ ഒരാൾക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മരത്തിനടിയിൽപ്പെട്ട് ഒരു പശു മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു.